നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇപ്പൊ നമുക്ക് വലുത് അച്ചൂട്ടന്റെ ആരോഗ്യമാണ്. അതിന് ഇങ്ങനെ ഒരു നേർച്ച നടത്തിയേ തീരുമെന്ന് ജോത്സ്യം പറഞ്ഞ എന്ത് ത്യാഗം സഹിച്ചും നമ്മളത് നടത്തിയേ പറ്റൂ. നടത്തും ഞാൻ. ചേച്ചിക്ക് ഇതെന്താ പറഞ്ഞിട്ടും മനസ്സിലാവാത്തെ? ആ കാര്യമായിട്ട് അമ്മച്ച എന്തെങ്കിലും പറഞ്ഞൊന്നും വെച്ച് ചേച്ചി പോയി അപകടത്തിൽ തല വെക്കണോ? ഇനി ഈ പറയും പോലെ ദേവിക്ക് അത്ര വലിയ ശക്തിയും കരുതലും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഈ ഗതി വരുത്തേണ്ട കാര്യമുണ്ടോ? ആരതി, നീ അത്രയ്ക്കൊന്നും കടത്തി പറയണ്ട. ദേവിയുടെ ശക്തിയിലും കരുണയിലും നിനക്ക് വിശ്വാസമില്ലെങ്കിലും എനിക്ക് വിശ്വാസമുണ്ട്. ഇത് ദേവിയെ കരുതി ചെയ്ത ഒരു വാഗ്ദാനമാണ്. അത് പാലിക്കണം, പാലിച്ചേ പറ്റൂ. ഇല്ല, ചേച്ചി പോകാൻ ഞാൻ വിടില്ല. ചേച്ചി ട്രിപ്പങ്ങോട്ടേക്ക് പോകണ്ട. ഓരോരുത്തർ ഓരോ അന്ധവിശ്വാസങ്ങളും പറഞ്ഞോണ്ട് വരും, ആൾക്കാരുടെ സ്വൈര്യം കെടുത്താൻ. നോക്കാരതി, കാര്യത്തമ്മ നീ ഇങ്ങനെ അധിക്ഷേപിക്കരുത്. ഈ നാട്ടിലുള്ളവർക്കെല്ലാം അവരെ ഭയങ്കര വിശ്വാസമാ. ഒരു കാര്യം പറഞ്ഞ അത് അച്ചട്ടായിരിക്കും. അനുഭവമുണ്ട്. കുഞ്ഞേച്ചി പറയുന്നതിലും ഒരു കാര്യമുണ്ട് വലിയേച്ചി. അവിടെ ചെന്ന് ഇറങ്ങുന്നതിലെ അപകടം വളരെ വലുതാണ്. മേഘനാഥനോ അയാളുടെ ആളുകളോ വലിയേച്ചിയെ കണ്ടുപോയാൽ സംഭവിക്കാവുന്ന അപകടം വളരെ വലുതായിരിക്കും. ശരി, ആയിക്കോട്ടെ. അപകടം വലുതായാലും ചെറുതായാലും ഞാൻ കൈകാര്യം ചെയ്തോളാം. ഇനിയിപ്പോ ആരതിക്ക് നീയും കൂടി സപ്പോർട്ട് ചെയ്യണ്ട. വലിയേച്ചി പോകണമെന്നോ പോകരുതെന്നോ ഞാൻ പറയില്ല. കാര്യറ്റമ്മ ഓർമ്മിപ്പിച്ച വഴിപാടുകളൊക്കെ നടക്കണം. നമ്മുടെ സുഭദ്രാമയുടെ ഒരു കമ്മിറ്റ്മെന്റ് അത്. പക്ഷേ ഇപ്പൊ നമുക്കത് ചെയ്യാൻ മറ്റാരെങ്കിലും അയച്ചാ പോരെ? വേണമെങ്കിൽ ഈ സീതമ്മയെ സുധാകരേട്ടനും കൂടെ പോയി അച്ചൂട്ടിന് വേണ്ടി അത് നടത്തിയിട്ട് വരട്ടെ. അതാവുമ്പോ റിസ്ക് ഇല്ലല്ലോ. ഏയ്, അത് ശരിയാവില്ല ആര്യ. നേർന്നയാള് തന്നെ പോയി നിന്ന് നടത്തേണ്ട നേർച്ചയാണിത്. സുഭദ്രാമ ജീവിച്ചിരിപ്പില്ലാത്തതുകൊണ്ട് അത് സാധ്യമല്ലാത്തതാ. അപ്പോ നേർന്നയാളിന് പകരം അവരുമായി ഏറ്റവും അടുപ്പമുള്ളയാള് നേർച്ച നടത്തണം. എങ്കിൽ മാത്രമേ അതുകൊണ്ട് ബലം ഉണ്ടാവൂ. ഷെടാ, എന്തൊരു വാശിയാണിതെന്ന് നോക്ക്. ചേച്ചിക്ക് പോയേ തീരുമെങ്കിൽ ചേച്ചി പോ. ഞങ്ങളെയൊക്കെ മറന്നിട്ടാണ് ഈ പോക്കെന്ന വിചാരത്തോടെ വേണം പോവാൻ. എനിക്ക് മറ്റൊന്നും പറയാനില്ല, ഞാൻ വിട്ടു. എന്തു വന്നാലും ആരെന്തു പറഞ്ഞാലും പോയേ പറ്റൂ ആര്യ. നിനക്കറിയാലോ, അവൾ ഒരു എടുത്തുചാട്ടക്കാരിയാ. വേണ്ടി വന്ന ഞാൻ പോകുന്നതിന് പിറകെ ട്രിപ്പങ്ങോട്ടേക്ക് അവളും ഇറങ്ങി പുറപ്പെട്ടെന്നിരിക്കും. അവളെ നീ ഒന്ന് ശ്രദ്ധിച്ചോളണം. അതിനൊന്നും ഒരിക്കലും നീ അനുവദിക്കരുത്, മനസ്സിലായല്ലോ? അത് ഞാൻ നോക്കിക്കോളാം വലിയേച്ചി. പക്ഷേ ഒരു പക്ഷേയും വേണ്ട. കാര്യങ്ങളെല്ലാം ഭംഗിയായി നടത്തി ഇന്ന് രാത്രിയോ നാളെയോ തന്നെ ഞാനിങ്ങ് വരും. മേഘനാഥനോ അയാളുടെ ആൾക്കാരോ ഒന്നും അറിയാൻ പോകുന്നില്ല. ഈ വല്യേച്ചി വിശ്വസിക്കും. സീതമ്മേ, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.